ആരാ? ഞാനാ മോളെ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ മോളെ? കുറച്ച്. അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങ് നേരത്തെ പോന്നത്. അല്ല, സുരഭിയുടെ കഴുത്തിലിട്ട മാല എവിടെ? അത് ഒന്നും പറയണ്ട എന്റെ മോളെ. കല്യാണ വീട്ടിൽ വെച്ച റസിയ മനസ്സിലെ ഫാത്തിമയെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് സുഖം അവരുടെ കയ്യിൽ നിന്ന് ആ പലിശയ്ക്ക് പണം എടുക്കാറുള്ളത്. അവർക്ക് ഇവളുടെ കഴുത്തിൽ കിടന്ന ആ മാല കണ്ടപ്പോ ഒരേ വാശി. അതുപോലൊന്ന് അവരുടെ മകൾക്കും പണിയിച്ചു കൊടുക്കണമെന്ന്. അടുത്ത ആഴ്ച അവരുടെ മകളുടെ കല്യാണ, അതിനിടാനാ. ഞാൻ പറഞ്ഞതാ സ്വർണ്ണമല്ലേ കൊടുക്കണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടി? പണം തന്ന് സഹായിക്കുന്നവർ വന്ന് ചോദിക്കുമ്പോ തരില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആ ദൂരി അവർക്ക് കൊടുത്തു മോളെ. അതേ ഡിസൈനിലൊരു മാല പഴുതതിന് ശേഷം അവരതങ്ങ് തിരികെ തരും. വിശ്വസിക്കാവുന്ന ആൾക്കാരാണല്ലോ. അതെന്തൊരു ചോദ്യാ മോളെ. വിശ്വാസമില്ലാത്തവർക്ക് അമ്മ സ്വർണ്ണം ഒരുക്കി കൊടുക്കുവോ? ആ, മോൾക്ക് അത്രക്ക് സംശയമാണെങ്കിൽ സുരഭി നടക്ക്, നമുക്ക് തിരികെ വാങ്ങിക്കൊടുക്കാം. അയ്യോ വേണ്ട, ഞാൻ വെറുതെ. ആളും തരവും കണ്ടല്ലാതെ ഈ അമ്മ ഒന്നും ചെയ്യില്ല. ഫാത്തിമയ്ക്ക് മാല കൊടുത്തത് ഞാനാണെങ്കിൽ അത് തിരികെ വാങ്ങിത്തരാൻ എനിക്ക് കഴിയും. എന്നാലും മോളെന്നെ ഇങ്ങനെ സംശയിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. സുരഭി, അമ്മ പിണങ്ങിയോ? അമ്മ അങ്ങനെ ചേച്ചി, ചെറിയൊരു സംഭവം മതി പിണങ്ങാൻ. ചേച്ചി അമ്മയെ സംശയിച്ചതിൽ ചെറിയ വിഷമം കാണും, സാരമല്ല, അതുടനെ മാറിക്കോളും.
ഉണ്ടാക്കിയത്. അളിയൻ ഇങ്ങനെ ഒരു കുടുക്കി ചെന്ന് ചാടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ചാടത് എന്ത് ചെയ്യും? നേരം വെളുത്ത ഞങ്ങളുടെ പടന്നാന്ന് പറഞ്ഞ് മുറ്റം നിറയെ ആൾക്കാരാ. അതിൻ്റെ ഇടയിൽ വലിയൊരു എമൗണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പെങ്ങളെയും കൂട്ടി അളിയനും. 3-4 വർഷത്തിന് ശേഷം ഞാൻ ശല്യം തുടങ്ങിയത്. ഇത്രയും നാൾ ക്ഷമിച്ചിട്ട് ഒരുമാതിരി. എത്ര നാളായാലും തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. തരാതിരുന്ന വിവരം അറിയും. എന്നാ വിവരം അറിയാതിരിക്കാനാ ഞാൻ ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്. പിന്നെ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികളെ ചതിച്ചതാണെന്നും അറിയാൻ കഴിഞ്ഞു. ഏതായാലും സംഭവങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അളിയൻ ഇത് ആരോടും പറയരുത്, വിശേഷിച്ചും ചേച്ചിയോട്. അളിയ സമയം കളയാ, ചെല്ല്. വൈകിട്ട് ഞാൻ സുശീലം കൂട്ടി അങ്ങ് വരാം. ചെല്ല്. രാവിലെ പോയ രാത്രി തിരിച്ചെത്തുന്ന ആള് ഇന്ന് എന്താ അത്ര നേരത്തെ? ഹാഫ് ഡേ ലീവ് എടുത്തു. കല്യാണം കഴിഞ്ഞ ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറയണത് ശരിയാ. കല്യാണി എവിടെ? ചെല്ല്, അകത്ത് തന്നെ ഉണ്ട്. ആരും പിടിച്ചോണ്ടൊന്നും പോയിട്ടില്ല. എന്താ സുഖേട്ടാ? ഇനി എന്താവാനാ? ഭയന്നത് സംഭവിച്ചു. അളിയനെല്ലാം അറിഞ്ഞു, തന്റെ ചരിത്രം മുഴുവൻ. സുഖേട്ടാ, ആരോടും പ്രത്യേകിച്ച് സിമ്പതിയോ മമതയോ ഇല്ലാത്ത ആളാ. എന്തെങ്കിലും കിട്ടിയത് എല്ലാവരോടും വിളിച്ചു പോയി നടക്കും. ആകെ പ്രശ്നമായി. കല്യാണത്തിന് മുമ്പേ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കണായിരുന്നോ? കഴിഞ്ഞതൊക്കെ വിട്, എന്നിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് ചിന്തിക്ക്. നാറിയ കഥകൾ ആരറിയരുതെന്ന് കരുതിയോ ആ ആള് തന്നെ ഒക്കെ അറിഞ്ഞു. ഇവിടേക്ക് എനിക്കൊപ്പം വരാനൊരുങ്ങിയതാ. ഒരു വിധത്തിലാണ് ഞാൻ അയാളെ മടക്കി വെച്ചത് എന്ന് കരുതി ആശ്വസിക്കണ്ട. വൈകുന്നേരം അയാളെങ്കിൽ വരും ചേച്ചിയും കുട്ടി. പറയില്ലെന്നാ പറഞ്ഞത്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. രണ്ടുപേരും കൂടി വീടൊരു പൂരപ്പറമ്പാക്കും. പിന്നെ കഥ കടച്ച് ചെവി കൊത്തി ഇരുന്നാ മതി. നമുക്ക് അവരുടെ കാല് പിടിച്ച് പറയാം, ആരോടും ഒന്നും പറയരുതെന്ന്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഭാഗ്യക്കേടിന് അളിയന് വീണ് കിട്ടിയ അവസര അയാളത് ശരിക്കും മുതലാക്കും. ഇപ്പൊ തന്നെ അയാൾ ബോംബേർ തുടങ്ങി. സംഗതി ഫ്ലാഷ് ആക്കാതിരിക്കാൻ അയാൾക്ക് കിട്ടാനുള്ള സ്ത്രീധന തുക ആവശ്യപ്പെട്ടിരിക്കുക. ഇപ്പൊ ഒരു 50,000 ഉടനെ കൊടുക്കണം, ഇന്ന് തന്നെ. ഇന്നോ? ആ, അതിനാ അയാൾ ഇങ്ങോട്ട് ഭാര്യയും കൂട്ടി എഴുന്നള്ളുന്നു. എന്താ നമുക്ക് ബാങ്കിൽ നിന്ന് FD ഒന്നും ഉടനെ എടുക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? പിന്നെ ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. തന്റെ അച്ഛൻ്റെ അടുത്ത് ശരണം പ്രാപിക്കുക. പെട്ടെന്നൊരു 50 രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്റെ അച്ഛൻ വിചാരിച്ച് സാധിക്കും. താനൊന്ന് അച്ഛനെ വിളിക്കുക. എന്നിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം, ഞങ്ങൾ അങ്ങോട്ട് വരികയെന്ന് പറ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഉണ്ടാൻ പോകുന്ന എന്തായാലും അത് അനുഭവിച്ചോ. ഞാൻ വിളിക്കാം. ഹലോ, ഞാനാ അച്ഛാ. എന്താ മോളെ? ഞാനും സുഖേട്ടനും അങ്ങോട്ട് പുറപ്പെടുക. സുഖേട്ടന് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണത്രേ. രൂപയോ? എത്രയും മോളെ? അത് സുഖേട്ടൻ പറയും. ഏതായാലും നിങ്ങൾ വാ. ശരി അച്ഛാ. എന്തായി? വിവരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാ പിന്നെ താമസിക്കണ്ട, ഒരുങ്ങിക്കോ, പുറപ്പെടാം. സുഖുവിനോട് ഒരു കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. എനിക്കാകെയുള്ള 2 പെൺമക്കളാ. എൻ്റെ മൂത്ത മകളെ താൻ വിവാഹം കഴിച്ചതോടെ മക്കളുടെ എണ്ണം കൂടി. ഇപ്പൊ താൻ എനിക്ക് മരുമകനല്ല, മകൻ തന്നെയാ. എൻ്റെ മൂത്ത മോൻ ഒരച്ഛനോടുള്ള സ്വാതന്ത്ര്യത്തോടെ എന്തും വെട്ടി തുറന്നു പറയാം. അത് എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നു. കുറേയൊക്കെ ഞാൻ തന്നെ വീട്ടി. ചെറുപ്പത്തിലെ അച്ഛൻ പോയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ. ഇപ്പം ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന തുകയിൽ 2 ലക്ഷം ബാക്കി നിൽക്കുക. ഇന്ന് അളിയൻ വീട്ടിൽ വന്നിരുന്നു.
ഒരു 50,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട്. പലിശപ്പണം അടയ്ക്കാനത്രേ. നാളെ പണം കൊടുത്തില്ലെങ്കിൽ വസ്തു നഷ്ടാവും. ബാങ്കിൽ പോയി പണം എടുക്കാന്ന് വെച്ചപ്പോൾ ബാങ്ക് സമയം കഴിയുകയും ചെയ്തു. നാളെ രാവിലെ 8 മണിക്ക് പണം വാങ്ങി അളിയന് തിരിച്ചു പോകണം. ഞാൻ നോക്കിയിട്ടിപ്പോ അതിനെന്താ മോനെ, ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതല്ലേ പണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ എടുക്കാനുള്ളൂ. സാരമില്ല, ബാക്കി ചെക്കായിട്ട് തരാം. ഓ, പറഞ്ഞതുപോലെ രാവിലെ അളിയന് പോണല്ലോ. അപ്പൊ എങ്ങനെയാ ചെക്ക് മാറുക? കുഴപ്പമില്ല, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 10,000 കൊടുത്തിട്ട് ചെക്ക് കൊടുക്കുമ്പോ പലിശക്കാരൻ തണുക്കാതിരിക്കില്ല. ശരിയാ, എന്നാ ഞാൻ ചെക്കും കാശും എടുത്തിട്ട് വരാം. അല്ല മോളെ, സത്യത്തിൽ സുഗുനെ നമ്മൾ പോയിട്ട് പൂജിക്കണം. എന്തൊരു വിനയും മര്യാദയുള്ള പയ്യനാ. നമ്മളെക്കുറിച്ച് കഥകൾ ഒരുപാട് കേട്ടിട്ടും യാതൊരു ദേഷ്യവും പരിഭവവും ഇല്ലെന്നേ. ഇക്കാലത്ത് ഇങ്ങനെയുള്ള പയ്യന്മാരുണ്ടോ? അതല്ലേ എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടു പോവാൻ വയ്യാന്നും പറഞ്ഞ കരഞ്ഞ ആളിനിപ്പോ ഇവിടെ വരണമെന്നോ നിക്കണമെന്നോ തോന്നാത്തത്. ഒന്ന് പോടിയോടുന്ന്. ദൈവം സഹായിച്ച് നിന്റെ മനോഗുണം പോലെ ഒരു പയ്യനെ കിട്ടിയ സ്ഥിതിക്ക് അവനെ നന്നായി നോക്കിക്കോണം. അവൻ എന്തെങ്കിലും മുഖം കറുത്ത് സംസാരിച്ചാലും നീ അത് കാര്യമാക്കരുത്. ചെറുതായിട്ടൊന്ന് തല്ലിയാലും അങ്ങ് സഹിച്ചേക്കണം. പിന്നെ ഭാര്യയെ തല്ലുന്ന സ്വഭാവം അവനില്ലെന്ന് കണ്ടാൽ അറിയാലോ. അല്ല, അമ്മായിയമ്മ എങ്ങനെ? കുഴപ്പമില്ല. ഇനി കുഴപ്പമുണ്ടായാലും ശരി, അതൊക്കെ അങ്ങ് സഹിക്കണം. അവരൊക്കെ ഇന്നോ നാളെയോ അങ്ങ് പോകേണ്ടവരാ. അതുപോലെയല്ല ഭർത്താവ്. ജീവിതകാലം മുഴുവൻ അവനെ കാണൂ ഭാര്യയ്ക്ക് തുണിയായിട്ട്. കേട്ടല്ലോ ഉപദേശം. വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചോണം. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ. അല്ല, ഇങ്ങനെ കടം വാങ്ങി പരിചയമില്ല, അതുകൊണ്ടാ ഒരു. പക്ഷെ എന്താ മോനെ ഇത്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ നമ്മൾ അകന്നു പോകുന്ന പോലെ തോന്നുന്നത്. ഇതൊരു കടമായിട്ട് കണക്കാക്കണ്ട, തിരിച്ചൊട്ട് തരുകയും വേണ്ട. ഏയ്, അത് പറ്റില്ല. കടമായി വാങ്ങിയ പണം തിരികെ തരിക തന്നെ വേണം. ഇതെന്തൊരു പോക്കാണ് നോക്കു മാഷേ. ഇവർക്ക് നാളെ രാവിലെ പോയാ പോരെ? അക്കാര്യത്തിൽ നമ്മളെക്കാൾ ഔചിത്യം സുഖൂനുണ്ട് എന്ന് കരുതി രാത്രിയായാലും പകലായാലും പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ നോക്കുവോ? സുഖൂന് ചെന്നിട്ട് ഒരുപാട് അത്യാവശ്യമുണ്ടെന്ന്. എന്നാലും അതെ അമ്മേ. എന്നാ ഭാര്യ ഇവിടെ നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് അമ്മ ചോദിക്കുകയായിരിക്കും. ഞായറാഴ്ച വന്ന് വിളിച്ചാൽ മതിയല്ലോ. അമ്മ ക്ഷമിക്കണം, കല്യാണം ഇല്ലാതെ ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയോട് ഇത്രയ്ക്ക് അഫെക്ഷൻ ഉണ്ടാവുമെന്ന് കരുതിയില്ല. അതിനെന്താ, ഭാര്യ ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുന്നുമില്ല. എന്നാ പിന്നെ രാത്രി യാത്രയില്ല, പോവാ. എന്നാ ഞങ്ങള് എങ്ങനെ ഉണ്ടടോ എൻ്റെ മരുമകൻ? അവൾ പഞ്ചപാവല്ലേ. എങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ശുദ്ധഹൃദയമുള്ളവർക്ക് ദൈവം നന്മയെ വരുത്തൂ. അതെ, ഇവിടെ നിർത്തിയാൽ മതി. ഇറങ്ങാം. എത്രയായി? 30. മീറ്ററിൽ 26 ആയുള്ളല്ലോ. പെട്രോളിനൊക്കെ വില കൂടിയില്ല സാറേ. ഓ, നമ്മളിന്ന് ബസ്സിലാണോ പോകുന്നേ? വീട്ടിലേക്ക് ഇനി കഷ്ടിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ല. പിന്നെന്തിനാ ബസ് പോകുന്നത്? പിന്നെ എവിടെ ഇറങ്ങിയത്? എനിക്ക് അടുത്തൊരു ഇടം വരെ പോകണം, ഒരു സുഹൃത്തിൻ്റെ കടയിൽ. അയാളോട് ഓഫീസിലൊരു അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് ഞാൻ ദേ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ദേ ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ഇത് ബസ് സ്റ്റോപ്പ് അല്ലടോ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഞാനിപ്പോൾ വരാം.
അകത്തോട്ടൊന്ന് വാ. തിരുമല. ഏതാടാ ഈ ഉരുപ്പടി? ഒരുത്തം കൊണ്ടൊന്ന് തള്ളിയിട്ട് പോയതാ. അവൻ ഇനി വരത്തില്ലെന്നാ തോന്നുന്നേ. നല്ല ആസൽ വിത്ത. ഒന്ന് മുട്ടി നോക്കാം. ഏതായാലും ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, റെഡി പാർട്ടി ആയിരിക്കില്ല. വീണെങ്കിൽ വേട്ടെ, നീ വാടാ. എങ്ങോട്ട് പോകാൻ നിൽക്കുക? വീട്ടിലേക്ക്. ബസ് കാത്തു നിൽക്കുകയാണോ? അതിനി ബസ്സില്ലല്ലോ. അത് ചേട്ടനിവിടെ അടുത്ത് വരെ പോയി. ഞാൻ ചേട്ടനെ കാത്തു നിൽക്കുക. ചേട്ടൻ ഇനി വന്നില്ലെങ്കിലോ?